ചെറിയ റോളുകളിൽ സിനിമയിൽ വന്നിട്ടുള്ള ആളുകളെ പലപ്പോഴും അവരുടെ മുഖം പരിചയം ഉണ്ടാവും. അയാള് ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇയാളുടെ പേരറിയില്ല, എവിടുത്തുകാരനാണെന്നല്ല, അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ ഈ ഉമാ ലോഡ്ജിൻ്റെ റിസപ്ഷനിൽ പെട്ടിയും കിടക്കുകയൊക്കെ ബാഗും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ആണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്, വിജയൻ പെരിങ്ങോട്. റൂമിൽ ഞാൻ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ ആ കാലത്ത് അങ്ങനെ വലിയ വായന എന്നുള്ള ആൾക്കാരൊന്നുമല്ല. സാധാരണ ഇതിൽ മാനേജറായി വന്ന് അങ്ങനെ മൂത്ത് എക്സിക്യൂട്ടീവ് ആവുക എന്നുള്ളതാണ്. അവർക്ക് വായനയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇദ്ദേഹം വായിക്കുന്നത് വലിയ ഘടാഘടിയന്മാരായിട്ടുള്ള ഇംഗ്ലീഷ് നോവലുകളാണ് വായിക്കുന്നത്. അദ്ദേഹത്തിനോടാണ് മാധവൻ പറയുന്നത്, ഭഗവതി ഞാൻ വിളിച്ച വിളിപ്പുറത്തുണ്ട് എന്ന് പറയുന്നത് ഈ വിജയൻ പെരിങ്ങോടാണ്. അവര് സിനിമ കൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു, സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഗ്രാഫിലുള്ള ഒരു സഡൻ ഉയർച്ച ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവരൊക്കെ പാരലൽ ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണ്. സിനിമയിൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ സിനിമയിൽ വിജയിച്ച ആളുകളെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വലിയ വിജയങ്ങൾ നേടിയ ആളുകൾ ദീർഘകാലം ഓർത്തിരിക്കും. പക്ഷെ ചെറിയ റോളുകളിൽ സിനിമയിൽ വന്നിട്ടുള്ള ആളുകളെ പലപ്പോഴും അവരുടെ മുഖം പരിചയം ഉണ്ടാവും. അയാള് ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇയാളുടെ പേരറിയില്ല, എവിടുത്തുകാരനാണെന്നല്ല, അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കുറേ കൂടി കാലം കഴിയുമ്പോൾ ആ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകൾ ഇല്ലാണ്ടാവുന്നതോട് കൂടിയിട്ട് ഇവരൊക്കെ സിനിമാ ചരിത്രത്തിൽ അപ്രസക്തരായി പോകും. പക്ഷെ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു അവരൊക്കെ. അവര് സിനിമ കൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു, സിനിമയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഗ്രാഫിലുള്ള ഒരു സഡൻ ഉയർച്ച ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവരൊക്കെ പാരലൽ ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവര് ആ കാലത്തെ സിനിമകൾക്ക് അവരെ ഒഴിവാക്കിയിട്ട് കടന്നു പോകാനും പറ്റില്ല. അവരൊക്കെ ശ്രദ്ധ നേടിയിട്ടുള്ള ആൾക്കാരാണ്, ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് വിജയൻ പെരിങ്ങോട്. വിജയൻ പെരിങ്ങോട് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അദ്ദേഹത്തെ ഓർമ്മ വരും എന്ന് എനിക്കറിയില്ല. മീശമാധവനിൽ വാര്യരായിട്ട്, അമ്പലത്തിലെ വാര്യരായിട്ട്, അതായത് വഴിപാട് വിളിച്ചു പറയാണ്ട് നടത്താൻ പറ്റുമെന്ന് മണികണ്ഠൻ പട്ടാമ്പി വിളിച്ച് ചോദിക്കുമ്പോൾ വഴിപാടാവുമ്പോൾ വിളിച്ച് പറഞ്ഞ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം എന്ന് അമ്പലത്തിനകത്തുനിന്ന് മറുപടി പറയുന്ന ആള് വിജയൻ പെരിങ്ങോടാണ്. പിള്ളേച്ചനാണോ വെടിവഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. അദ്ദേഹത്തിനോടാണ് മാധവൻ പറയുന്നത്, ഭഗവതി ഞാൻ വിളിച്ച വിളിപ്പുറത്തുണ്ട് എന്ന് പറയുന്നത് ഈ വിജയൻ പെരിങ്ങോടനാണ്. അദ്ദേഹമാണ് വിഗ്രഹം മോഷണം പോകുമ്പോൾ അത് മാധവൻ കട്ടതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ആള്. അങ്ങനെ മീശമാധവനിലെ ആ കഥാപാത്രം കുറെ പേർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അതെ, മതി മതി, നട അടച്ചു. എന്താ, എന്തു പറ്റി? ഞാൻ വിളിച്ച ഭഗവാൻ എന്റെ കൂടെയാന്ന്. ഇന്നലെ അമ്പലനടയെന്ന് മീശ പിരിച്ച് അവൻ എന്നോട് പറഞ്ഞതാ. എന്ത് ദേവൻ അവന്റെ കൂടെയാണെന്ന്. അത് ഇത്രയും കിടാവൊന്നും ഇരിച്ചില്ല. സല്ലാബ് എന്ന് പറഞ്ഞ സിനിമയില് വത്സല മേനോന്റെ ഭർത്താവായിട്ട്, ഹെൻപെക്ഡ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡായിട്ട്, ഭാര്യ പറയുന്നതിനെല്ലാം യെസ് യെസ് എന്ന് പറയുന്ന കയ്യൊരു പ്രത്യേക രീതിയിൽ വെച്ച് നിൽക്കുന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ച വിജയൻ പെരിങ്ങോടാണ്. പട്ടാളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ചന്ദ്രൻ നായർ തന്നതാ. വേറെയും ചില സാധനങ്ങളുണ്ട്. ചന്ദ്രൻ വന്നോ? കുട്ടി അറിഞ്ഞില്ലേ? വന്നു. 1 മണിക്കൂറായി. ആ
ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടറെ കാലല്ലേ, എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ല തമ്പുരാനെ? അതെ. ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രൂപം ഓർമ്മ വരുന്നുണ്ടാവും. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷം പാവം പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യാൻ. അപ്പം പ്രാദേശിക വാർത്തകൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെന്നൈയിൽ എനിക്ക് റൂമുണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് വന്നിട്ട് വർക്ക് ചെയ്യുന്നതും തിരിച്ച് വന്ന് ചെന്നൈയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധാരണ അന്ന് ഏറ്റവും അവസാനത്തെ അസിസ്റ്റൻ്റിൽ നിന്നും ചെന്നൈയിലെ ജോലികൾക്ക്, ചെന്നൈയല്ല അന്നത്തെ മദ്രാസിലേക്ക് കൊണ്ടുപോകാറില്ല. പക്ഷെ ഞാൻ അന്ന് മദ്രാസിൽ താമസിച്ചിരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ലാബ് വർക്കുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ആ സിനിമയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ കമൽ സാറ് പറഞ്ഞു, ഇനി വേറെ എവിടെ അന്വേഷിക്കേണ്ട, ജോലി നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അടുത്ത സിനിമ പാവം പാവം രാജകുമാരനായിരുന്നു. അപ്പോൾ ആ സിനിമ അപ്പോൾ ഞാൻ ചെന്നൈയിലെ ആ സിനിമയിലേക്ക് ഏതാണ്ട് ഒരു 6 മാസത്തെ ഇടവേള ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മദ്രാസിലെ റൂമൊക്കെ വിട്ട് മദ്രാസ് സ്ഥിരതാമസത്തിനോട് താൽക്കാലികമായി വിട വാങ്ങി ഒറ്റപ്പാലത്തേക്ക് മാറി എൻ്റെ പാരൻസിൻ്റെ കൂടെ വീട്ടിൽ നിന്ന് വർക്ക് വരുമ്പോൾ മാത്രം വരിക എന്നുള്ളൊരു പരിപാടി പാവം പാവം രാജകുമാരനെ ആരംഭിച്ചു. പാവം പാവം രാജകുമാരനെ ആരംഭിച്ചപ്പോൾ ഷൂട്ടിംഗ് ഊട്ടിയിലും കൊടുങ്ങല്ലൂരും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാബ് വർക്കുകൾക്കായിട്ട് ചെന്നൈയിലേക്ക് വന്നപ്പോൾ എന്നോട് ചെന്നൈയിലേക്ക് വന്നോളാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഉമാ ലോഡ്ജിലാണ് മറ്റ് അസോസിയേറ്റ്സ് 2 പേരും താമസിക്കുന്നത്. അവിടേക്ക് എത്താൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടേക്ക് എത്തിയപ്പോൾ എത്തിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം ഉള്ളൂ. ആ ഒരു റൂമിൽ സൂര്യൻ കുനിശ്ശേരിയും സലീം പടിയത്തും ആണ് താമസിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ ഈ ഉമാ ലോഡ്ജിൻ്റെ റിസപ്ഷനിൽ പെട്ടിയും കിടക്കൊക്കെ ബാഗും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ആണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. വിജയൻ പെരിങ്ങോട്, വലിയ വയറൊക്കെ ഉള്ള, അന്നത്തെ ക്യാമൽ ഷർട്ടുണ്ട്, വലിയ കോട്ടൺ ഷർട്ട്. ആ വലിയ ലൂസായിട്ടുള്ള കോട്ടൺ ഷർട്ടും ജീൻസും നല്ല ക്യാൻവാസ് ഷൂവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ആജാനബാഹു, ഒരു നല്ല പൊക്കവും നല്ല തടിയും വലിയ വയറും ഒക്കെ ഉള്ള വിജയൻ പെരിങ്ങോടിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, താൻ ഏതാ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ റൂമില്ല, ഒരു റൂമേ ഉള്ളൂ, അതിൽ അസോസിയേറ്റ്സ് ഉണ്ട്, എനിക്കൊരു റൂമില്ല, സാറ് എത്തിയിട്ടുമില്ല. അപ്പോൾ വിളിച്ചൊന്ന് പ്രൊഡക്ഷനിൽ പറയാനൊന്നും ആളില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വേറെ എവിടെയും പോകാനില്ല. അപ്പോൾ പുള്ളി കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, സൂര്യേട്ടനെയും സലീംക്കേനെയും റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ അവിടെ 3ാമതൊരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അസൗകര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറച്ച് നേരം ആലോചിച്ചിട്ടുണ്ട്. നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലമാണ്, നമ്മുടെ നാട്ടുകാരനാണ്, ഞാൻ പെരിങ്ങോടാണ്. ഞാൻ നിസ്സഹായമായിട്ടുള്ളൊരു ചിരി ചിരിച്ചു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ റൂമിൽ കിടന്നോ, ഒരു എക്സ്ട്രാ ബെഡ് പറയാം, എനിക്ക് കട്ടിൽ മുഴുവൻ വേണം എന്ന് പറഞ്ഞു. പുള്ളി ഹ്യൂജ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടിയാൽ മതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ കയറി അദ്ദേഹം താഴെ വിരിച്ചിട്ട് വന്ന ഒരു കിടക്കയിൽ കിടന്ന് അടുത്ത ഒരു 1-2 ദിവസം ഞാൻ ആ റൂമിലായിരുന്നു. അത് കഴിഞ്ഞ് കമൽ സാറ് വന്നപ്പോൾ സൂര്യേട്ടനോടും സലിക്കേടും പറഞ്ഞു, അവനെ നിങ്ങളുടെ റൂമിൽ കിടത്തി എന്താ, വെറുതെ വിജയൻ്റെ റൂമിലാണ് കിടക്കണത്, നിങ്ങളുടെ റൂമിൽ കിടത്തിക്കൂടെ, ഒരു അഡീഷണൽ ബെഡ് ഇട്ടാൽ പോരെ. അപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ റെഡി ആവാൻ അവർക്ക് രണ്ടുപേരും ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂടി റെഡിയായി വരുമ്പോഴേക്കും ലേറ്റാവും. 3 പേര് റെഡിയായിട്ട് രാവിലെ കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ ലേറ്റാവും എന്നുള്ളതായിരുന്നു പ്രശ്നം. അത് സത്യവുമാണ്. പക്ഷെ അത് കുറച്ച് ലേറ്റായിക്കോട്ടെ കുഴപ്പമില്ല എന്ന് കമൽ സാറ് പറഞ്ഞപ്പോൾ പിന്നെ അത് പരിഹൃതമായി. ഞാൻ അവരുടെ റൂമിലേക്ക് മാറി. അങ്ങനെയാണ് വിജയൻ പെരിങ്ങോട് എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം സെഞ്ച്വറി ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്, ആ കാലത്ത് കൺട്രോളർ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അസ്ത്രം എന്നൊക്കെ പറഞ്ഞ PN മേനോൻ സാറിൻ്റെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സത്യനന്ദിക്കാട് സാറിൻ്റെ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര രസികനാണ്.
ഈ അക്ഷരശ്ലോകം ഒക്കെ ചെല്ലാൻ അറിയാം, ഒരുപാട് ശ്ലോകങ്ങൾ കാണാൻ അറിയാം. ഇംഗ്ലീഷിൽ അത്യാവശ്യം വിൽപ്പത്തിയുണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. റൂമിൽ ഞാൻ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ ആ കാലത്ത് അങ്ങനെ വലിയ വായന എന്നുള്ള ആൾക്കാരൊന്നുമല്ല. സാധാരണ ഇതിൽ മാനേജറായി വന്ന് അങ്ങനെ മൂത്ത് എക്സിക്യൂട്ടീവ് ആവുക എന്നുള്ളതാണ്. അവർക്ക് വായനയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇദ്ദേഹം വായിക്കുന്നത് വലിയ ഘടാഘടിയന്മാരായിട്ടുള്ള ഇംഗ്ലീഷ് നോവലുകളാണ് വായിക്കുന്നത്, വലിയ ബുക്കുകൾ ആണ് വായിക്കുന്നത്. അപ്പം എന്നോട് നീ വായിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വായിക്കും, പക്ഷെ മലയാളമാണ് വായിക്കുക. എടോ, ഇംഗ്ലീഷ് ബുക്ക് വായിക്കണം, എന്നാലേ ഭാഷ നന്നാവുള്ളൂ, വാക്കുകൾ വൊക്കാബുലറി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു രസികനാണ്. ഈ പഴയ രസികൻ നമ്പൂതിരിമാരെ കുറിച്ച് പറയുന്ന പോലെയുള്ള ഒരാളാണ്. പക്ഷെ പുള്ളി നമ്പൂതിരിയൊന്നും അല്ല, പക്ഷെ ആ നമ്പൂരിത്തമൊക്കെ ഉള്ള ഒരാളാണ്. രസികനാണ്, തമാശയും കാര്യങ്ങളൊക്കെ പറയും, വലിയ ഒച്ചത്തിൽ സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കുക ഭയങ്കര അധികാരഭാവത്തിലാണ്, ഭയങ്കര ആധികാരികമായിട്ടാണ് സംസാരിക്കുക. ഒരു കാരണവസ്ഥാനം പുള്ളിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിജയേട്ടനായിട്ടൊരു അടുപ്പമുണ്ടായി. വൈകുന്നേരങ്ങളിൽ എല്ലാവരായിട്ട് കൂടും, സ്മോളൊക്കെ കഴിക്കും. സ്മോളൊക്കെ കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പെഗ് ഒന്ന് പള്ളിയകത്ത് ചേറിയ മാതിരി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള ശരീരവും ആരോഗ്യമൊക്കെ ഉള്ള ഒരാളാണ്. നന്നായി ഊണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരങ്ങാണ്. ഇന്നിങ്ങനെ സാമ്പാർ കൂട്ടി, പിന്നെ തൈര് കൂട്ടി, പിന്നെ മോര് കൂട്ടി, അങ്ങനെ നല്ല ആഘോഷമായിട്ട് ഊണ് കഴിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ വന്ന ആ കാലത്ത് അദ്ദേഹം സിനിമകളിൽ എക്സിക്യൂട്ടീവായിട്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട്, സെഞ്ചുറിയുടെയാണ് മെയിൻ. പിന്നെ കമൽ സാറിൻ്റെ ഒക്കെ പടങ്ങളിൽ, പല പടങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ എക്സിക്യൂട്ടീവായിട്ടുള്ള സിനിമകൾ കുറഞ്ഞു, പിന്നെ കൂടുതൽ ചെറുപ്പക്കാര രംഗത്തേക്ക് വന്നു. അങ്ങനെ സെഞ്ചുറി പടങ്ങൾ എടുക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി അത്ര സജീവമല്ലാണ്ട് ആയി എക്സിക്യൂട്ടീവ് രംഗത്ത്. പക്ഷെ ആ സമയത്ത് പുള്ളി സിനിമകളിൽ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. അപ്പം എന്നോട് ഒരു തവണ കണ്ടപ്പോൾ പറഞ്ഞു, നീയൊക്കെ ഡയറക്ടറായിട്ട് എനിക്കെന്താ കാര്യം, എന്നെ ഒന്ന് അഭിനയിക്കാൻ വിളിക്കണില്ല, ഞാനിപ്പോൾ എക്സിക്യൂട്ടീവായിട്ടുള്ള പടങ്ങളൊക്കെ കുറവാണ്, കൊല്ലത്തിൽ 1 പടം 2 പടമൊക്കെ ഉള്ളൂ, അപ്പോൾ എന്നെയൊക്കെ അഭിനയിക്കാൻ വിളിച്ചോട്ടേതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ചേട്ടാ, നമുക്ക് എൻ്റെ അടുത്ത പടം വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മീശമാധവൻ തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. മീശമാധവനിൽ അദ്ദേഹം അഭിനയിച്ചു. അതിനു മുമ്പ് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നല്ല റോൾ അഭിനയിച്ചു. പിന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതിന് അദ്ദേഹത്തിന് പെരിങ്ങോട് ഒരു വലിയ ആയുർവേദ ചികിത്സാ കേന്ദ്രമുണ്ട്. അത് അദ്ദേഹവുമായിട്ട് എന്തോ തരത്തിൽ കണക്ഷൻ ഉള്ളതാണ്. പെരിങ്ങോട് 6-ാം തമ്പുരാൻ എന്ന് വിളിക്കപ്പെടുന്ന തമ്പുരാൻ്റെ ചികിത്സ ഒക്കെ നടത്തുന്ന, സുഖചികിത്സയും ഒക്കെ ആയുർവേദ ചികിത്സയൊക്കെ നടത്തുന്ന വലിയ ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമുണ്ട്. പിന്നെ അതിൻ്റെ നടത്തിപ്പ് ഒക്കെ ആയിട്ട് അദ്ദേഹം പെരിങ്ങോട് തന്നെ ഒതുങ്ങിക്കൂടി. സിനിമയിലെ ബന്ധങ്ങളൊക്കെ അവിടെ ആ സ്ഥാപനത്തിന് അദ്ദേഹം വഴി ഉപയോഗപ്പെട്ടു. രജനീകാന്തും മോഹൻലാലും ഒക്കെ പെരിങ്ങോട് ഈ സ്ഥലത്ത് സുഖചികിത്സയ്ക്ക് ചെല്ലും. വർഷത്തിലൊരു 10-20 ദിവസം, 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്ക് ലാലേട്ടനൊക്കെ ഒരു കാലത്ത് സ്ഥിരമായിട്ട് അവിടെയാണ് പോവുക. അപ്പോൾ ഈ 6-ാം തമ്പുരാനുള്ള കാലത്ത് അദ്ദേഹം അവരെ നന്നായി ട്രീറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ രഞ്ജിയേട്ടൻ്റെ പടങ്ങൾ, ഡയറക്ടർ രഞ്ജിത്തിൻ്റെ പടങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കും. രഞ്ജിത്തും അവിടെ പോകാറുള്ളതായിട്ട് എനിക്ക് അറിയാം, അവരെയൊക്കെ ആയിട്ട് ബന്ധമുള്ളതായിട്ട് അറിയാം. 2018 ആണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം ആ വർഷങ്ങളിൽ, ആ അവസാന വർഷങ്ങളിൽ ഞങ്ങൾ അത്ര കണക്ഷൻ ഉണ്ടായില്ല. കാരണം പുള്ളി സിനിമയിലും പിന്നെ അപ്പോൾ ആ സമയത്ത് അത്ര സജീവമായിട്ടുണ്ടായില്ല, അങ്ങനെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പെരിങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുമില്ല, അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സിലെപ്പോഴും ആരോഗ്യവാനായിട്ടുള്ള, അരോഗ ദൃഢഗാത്രനായിട്ടുള്ള ഒരാളാണ് വിജയേട്ടൻ. പെട്ടെന്നൊരു ദിവസം ആണ് കേട്ടത് അദ്ദേഹം മരിച്ചു. ഇത് ഷോക്കിംഗ് ആണ്. അത്രയധികം പ്രായമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഒരു 10-65 വയസ്സിനുള്ളിൽ പ്രായമുള്ളപ്പോഴായിരിക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ശബ്ദവും
അദ്ദേഹത്തിൻ്റെ രൂപം മുഖമൊക്കെ ഇത്രയുണ്ട്. ശിവാജി ഗണേശൻ്റെ കാര്യം വലിയ മുഖമാണ്. സ്ക്രീനിൽ ഒരു ക്ലോസപ്പ് കാണിച്ച സ്ക്രീൻ നിറയെ ആളുണ്ടാവും. ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് എനിക്ക് വിജയേട്ടനായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ഒരു സമയത്ത് സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്ന ആളുകളെയും നമ്മളെ ചിലപ്പോഴൊക്കെ അനുസ്മരിച്ചേ പറ്റൂ. അവരെ ഒഴിവാക്കി മലയാള സിനിമയുടെ ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല.